കോൺഗ്രസ് അവഗണിച്ച അൻവറിന്റെ ഭാവി ഇനി എന്ത്? UDF-മായി വീണ്ടും അടുക്കാൻ നീക്കം ആരംഭിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് നിലപാട് വിശദീകരിക്കും. അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടിൽ കോൺഗ്രസ്. അൻവറിന് കോൺഗ്രസ് വഴങ്ങാതിരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ട് ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിർപ്പുള്ളവരും അൻവറിനെതിരെ യോജിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നേതാക്കൾക്ക് പൊതുനിലപാട്. ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം ആരംഭിച്ചു. പിതാവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥിച്ചു തുടക്കം. ഇടതു സ്ഥാനാർത്ഥി ഇന്നുണ്ടാവില്ല. പാർട്ടി ചിഹ്നത്തിലെങ്കിൽ M സ്വരാജിന് തന്നെയാണ് സാധ്യത. വീണ്ടും സ്വതന്ത്ര പരീക്ഷണവും തള്ളാതെ പാർട്ടി കേന്ദ്രങ്ങൾ. നിലമ്പൂരിൽ നിന്ന് CPM മണ്ഡലം കമ്മിറ്റി. ഇന്ന് കണ്ടെയ്നറുകൾ എത്തിയത് 5 തെങ്ങിലും വർക്കലയിലും. 2 എണ്ണം തകർന്ന നിലയിൽ. ചാക്കുകളും തീരത്തടിഞ്ഞു. പാപനാശം തീരത്ത് വൻ സുരക്ഷാ വീഴ്ച. എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി വിലയിരുത്താൻ സമയമെടുക്കും. പരിസ്ഥിതി ആഘാതം ഗുരുതരമാകുമെന്ന ആശങ്കയും ശക്തം. മഴയും മഴക്കെടുതികളും വ്യാപകം. കോഴിക്കോട് നല്ലളത്ത് ഇന്നും ട്രാക്കിൽ മരം വീണു. എല്ലാ ട്രെയിനുകളും ഓടുന്നത് മണിക്കൂറുകൾ വൈകി. ഇന്നത്തെ രപ്തിസാഗർ, നാളത്തെ അഹല്യാനഗരി എക്സ്പ്രസുകൾ റദ്ദാക്കി. ഇടുക്കി ചുരുളിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. രാമപുരത്ത് മരം വീണു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. മാനേജറെ തല്ലിയെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ FIR ഇട്ട് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ്. മർദ്ദനം നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെയെന്ന് വിപിൻ ദാസ്. വിശദീകരണം ആവശ്യപ്പെട്ട് അമ്മ.